ഹലോ ബേബീസ്, ഇന്ന് ഞാൻ ഓർത്തൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന്. എഴുന്നേറ്റിട്ടേ ഉള്ളൂ കേട്ടോ. 7 മണി കഴിഞ്ഞു. പനിയായിരുന്നു. അപ്പോൾ 7 മണിക്ക് എഴുന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് 7:10 8 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ എഴുന്നേക്കാം. ഇനി എഴുന്നേക്കാം, സമയം പോയി. വെട്ടം വന്നു. ആദ്യം തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കിടന്ന്. സാധാരണ 7 മണിക്ക് എഴുന്നേക്കുന്നതാണ്. ഇന്നിപ്പോൾ വയ്യാത്തതാണ്. ഞാൻ മരുന്ന് വെച്ചിട്ട് കിടന്നുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് 6:00 എഴുന്നേക്കണമെന്ന് വിചാരിച്ചിരുന്നു. 6:00 പോയിട്ട് സാധാരണ എഴുന്നേക്കണം. 7 മണിക്ക് ഞാൻ എഴുന്നേറ്റില്ല എന്നുള്ളതാണ് സത്യം. വയ്യാത്തോണ്ടാണ്. പിന്നെ തൊണ്ട നല്ല വേദനയാണ്, നല്ല തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ ചൂടുവെള്ളം എന്തെങ്കിലും കുടിക്കണം, എന്നിട്ടൊക്കെ വേണം പോവാൻ. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ റീസെൻ്റായിട്ട് വയനാട്ടിലെ ഇഷ്യൂവിനെ കുറിച്ചിട്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, പറ്റുന്ന സഹായങ്ങളെല്ലാം വയനാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ അവർക്കിപ്പോൾ നിങ്ങൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും അയച്ചു കൊടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ 5 രൂപ ആയിക്കോട്ടെ 10 രൂപ ആയിക്കോട്ടെ, എല്ലാവർക്കും ഉള്ളതുപോലെ അയച്ചു കൊടുക്കാനും. ഇപ്പോൾ അവിടെ നല്ല ഫണ്ടും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും പോയി പല്ല് തേച്ചിട്ട് വരാം. പല്ല് തേച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇപ്പം തന്നെ പോകണം. ഇനിയിപ്പോൾ സമയമില്ല. സാധാരണ ഞാൻ 8 മണിക്കത്തെ ഡ്യൂട്ടിക്ക് 7:55 ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് എൻ്റെ പതിവ്. ഇന്നും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇന്ന് കുറച്ചും കൂടി ഓടേണ്ടി വരും. അപ്പോൾ വേഗം പോയി പല്ല് തേച്ച് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ടാണ് ഈ 7:55 ഇറങ്ങി ഓടുന്നത്, വീട്ടിലല്ല. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന അടുത്ത് ഞാൻ പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോവാം. അടുത്താണ്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഓടുന്നത്. ഞാൻ വീട്ടിൽ നിന്നല്ല, ഹോസ്റ്റലിലാണ് കേട്ടോ. പുതിയ ഡ്രസ്സ് ഇട്ടു. ഈ ഡ്രസ്സിലാണെന്നത് ഇങ്ങനെ. ശരിക്കും ഈ സാധനം വേണ്ടായിരുന്നു അല്ലേ? ഇതിങ്ങനെ മതിയായിരുന്നു അല്ലേ? എനിക്ക് സാധനം ഇഷ്ടമല്ല. എനിക്ക് സാധനം ഇഷ്ടമല്ല. ഇത് ഇതിനകത്ത് എനിക്ക് മറ്റേ മേഘസന്ദേശത്തിൽ റോസി വരത്തില്ലേ, ഇങ്ങനെ എനിക്ക് ആ ഒരു വവ്വാലിൻ്റെയൊക്കെ ഒരു ഫീലാണ് എനിക്കിതിനകത്ത്. പക്ഷേ ഞാൻ പിന്നെ ഇടും. നമുക്കുള്ള ഡ്രസ്സ് ഇട്ടതേ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ ഇടും. എനിക്ക് പക്ഷേ സാധനം ഇഷ്ടമല്ല. പിന്നെ മുടി കെട്ടാം. മുടി കെട്ടുന്നതിന് മുന്നേ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ആദ്യമൊക്കെ ചൂടിൻ്റെ സമയത്ത് ഞാൻ കുറേ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ചൂടൊക്കെ മാറിയതുകൊണ്ട് കുറച്ചിടണം. അപ്പോൾ ശരിക്കും അങ്ങനെയല്ല, ശരിക്കും ഇടണം കേട്ടോ. ഇനി കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കണം. മൂക്കടപ്പുള്ളവരാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വലിക്കുന്നത്. പൗഡർ മെയിനാണ്. ഈ സാധനങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും പൗഡർ ഇടണം. ഇതേക്കും നമ്മൾ ചേർന്നിട്ട് ചൂട് കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഇവിടെ നമ്മൾ പെയിൻ സ്റ്റാർട്ട് നിൽക്കണതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യം വലിയ ചിന്തിക്കേണ്ട സമയത്ത് ഫുഡ് കിട്ടും. അപ്പോൾ ചൂട് ചായ, തൊണ്ട നല്ല സൂപ്പറായിട്ടിരിക്കണം. ഈ ചൂട് ചായ കുടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ നമ്മൾ മിനി വ്ളോഗ്സാണ് എപ്പോഴും ചെയ്യുന്നത്, ഷോർട്സാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത്തെ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ 1K കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. വേറെ ക്യാമറയോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോണാണെങ്കിൽ തന്നെ ഐഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ക്ലാരിറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എഡിറ്റിങ് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെയും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. നമുക്ക് പോകെ റെഡിയാക്കാം. സത്യമായി ഇത് മധുരം ഇടാത്ത കട്ടൻ ചായയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കുടിക്കുന്നതെന്ന് വെച്ചാൽ നല്ല സുഖമുണ്ട്. ചൂടായതുകൊണ്ട് ആ ചൂട് കൊണ്ട് മാത്രം കുടിക്കണം. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടൻ ചായ മധുരം ഇടാത്ത തന്നെ കുടിക്കണം. എന്നാലും കട്ടൻ ചായ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പകുതി വെച്ച് നിർത്തും. അത് കഴിഞ്ഞിട്ടോ കുറച്ച് ചൂടുള്ള മുടി ഇപ്പം നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ മുടി ഇട്ടാം കേട്ടോ. അപ്പോൾ എപ്പോഴും വിചാരിക്കും മുടി എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കെട്ടണമെന്ന്. പക്ഷേ എപ്പോഴും ഒറ്റ കെട്ടാനായിട്ടാണ് കെട്ടുന്നത്. നല്ല ചടമുണ്ട് കേട്ടോ മുടിയിൽ. ചട കളഞ്ഞ് വരുമ്പോൾ തന്നെ സമയമാകും. ഇപ്പോൾ എന്താണ് എനിക്കൊന്നും ഏതോ ഒരു 2 ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് പിരിച്ചൊക്കെ കെട്ടി. പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ ഈ പണ്ടേ പാട്ടി ചെണ്ടയും കോയിലും എന്ന് പറയുന്ന പോലെ തന്നെ വീണ്ടും ഒന്നാമത് സമയം ഉണ്ടാകത്തില്ല.
ഈ മുടിയിൽ ചടയെന്ന് പറഞ്ഞിട്ട് സമയം എടുക്കും കുറച്ച്. മുടി നമ്മൾ എപ്പോഴും ഉണ്ടോ പോലെ മുടി എടുത്ത് കുറച്ച് മുന്നോട്ട് ഇടുമ്പോഴത്തേക്കും സംഭവം സെറ്റ്. ഡെയിലി ഇങ്ങനത്തെ സാധാരണ കണ്ണാടിയുള്ളത് അത് കുറച്ച് പൊട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കണ്ണാടികളൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. നമുക്ക് വീട്ടിലെ പോലെ അലമാര അങ്ങനെ ഷെൽഫ് അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പൊട്ടിടുന്നത് കേട്ടോ. പൊട്ടുന്നത്. ഓക്കെ, നല്ല തൊണ്ടവേദനയാണ്. മരുന്ന് കഴിക്കണം. മരുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് മരുന്ന് കഴിക്കണം. അതാണ് രാവിലെ ഞാൻ കഴിക്കാത്തത്. ഇത് നാച്ചുറൽ ലിപ് ബാമാണ് കേട്ടോ. നോ ആഡ് പ്രിസർവേറ്റീവ്സ്, നോ കളേഴ്സ്. ഫോറെവർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. പക്ഷെ ഇതിന് കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വെള്ളം ലിപ്സ്റ്റിക് ഇടും. അപ്പോൾ വലിയ കുഴപ്പമില്ല എൻ്റെ പുറത്തിരുന്നുണ്ട്. നമുക്ക് ഈ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടൊരു എഫക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ പോകണം. ആക്ച്വലി ഇന്ന് സൺഡേ ആണ്. സൺഡേ ഞാൻ രാവിലെ കുറച്ചും കൂടി നേരത്തെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. പക്ഷെ ഇന്നിപ്പോൾ വയ്യാതെ കൊണ്ട് ഉറങ്ങിപ്പോയതുകൊണ്ട് പള്ളിയിൽ പോക്ക് നടന്നില്ല. ഉറങ്ങിപ്പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പള്ളിയിൽ പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നടക്കട്ടെ അല്ല. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക. ഒറ്റ ഓട്ടം ആദ്യം. ഇപ്പം നമുക്ക് കുറച്ചും കൂടി എഴുന്നേറ്റ് കുറച്ചും കൂടി മെലിയിട്ടില്ലേ. ഫസ്റ്റ് ഇതേ വെള്ളം കൂടി വെച്ചാൽ ഇന്നത്തെ പരിപാടിയായി. സൺഡേസിൽ തിരക്ക് കുറച്ച് കുറവാണ്. പക്ഷെ വേറെ കുറച്ച് പണികളൊക്കെ കിട്ടാറുണ്ട്. ഞാൻ പോകുന്ന വഴിയാണ് കേട്ടോ. ആരുമില്ല. ഞായറാഴ്ച കൊണ്ട് എല്ലാവരും പള്ളിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി അവിടെ നിന്ന് ഡ്യൂട്ടിയുടെ അവിടെ ചെന്നിട്ട് എനിക്ക് അങ്ങനെ പോകണം. ഫോൺ എടുക്കാനൊന്നും പറ്റത്തില്ല. ഫുഡ് കഴിക്കാൻ നേരത്തൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി അവിടെ ചെന്നിട്ട് കാണാം. കേട്ടിട്ടില്ല? അതൊരു ഇതേപോലെ എനിക്കൊരു കോമഡി പാട്ടാണ്. അമ്മായി വെച്ച് വിരുന്നൊരുക്കി, ലേശം മോനെ വേണ്ടമ്മായി, പിന്നടാ മോനെ വേണ്ടമ്മായി. ഞങ്ങൾ മറ്റേ 3ാം ക്ലാസ്സൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോൾ ഒരു ലൈജു എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലായിരുന്നു, അപ്പുറത്തെ ഡിവിഷനായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഇടക്ക് അവിടെ പോകുമ്പോൾ മാത്രം കേൾക്കുന്ന പാട്ടാണ്. ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. തൊണ്ടവേദന അതിൻ്റെ എന്താണ് മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു ചായ കുടിച്ചാലോ എന്ന് ഞങ്ങൾ ഇറങ്ങും. അമിഷ ക്യാമറയിൽ കിട്ടാതിരിക്കാനാണ് കേട്ടോ മാസ്ക് വെച്ചേക്കുന്നത്. എന്ത് വേണോ ഇവിടെ നിനക്ക്? എല്ലാം വേണം. ഒരു ചായ. അയ്യോ അല്ല, അതിൻ്റെ ഇപ്പുറം കണ്ടുപിടിച്ച് വാങ്ങികളെ ഉൾപ്പെട്ടെ ഉൾവട, പരിപ്പ് വട, കട്ട്ലേറ്റ്, ചായ, കോഫി, പഫ്സ്. ഇതെല്ലാം എടുക്കുവാണെങ്കിൽ അത് എടുക്കുക. ഇന്ന് ഫുള്ള് വൈറായി. ഒരു ചായ 2 മായും, ഷുഗർ കട്ട 3 പേർക്കും. ഇങ്ങനെ എനിക്കൊരു ചായ മതി. എനിക്ക് 2 മായല്ലോ, ഒരു ചായ. എന്നാൽ ചേട്ടൻ നമുക്ക് മായും ചായയും തന്നു. ദിസ് ഇസ് ദ മാ ആൻഡ് ദിസ് ഇസ് ദ ചായ. ഇനി എന്തെങ്കിലും വേണോ?
അമീഷയുടെ കണ്ണ് കോഴിക്കൂട്ടിലാണ്. എനിക്കൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പാവം ഞാൻ. നിങ്ങളെപ്പോഴും എന്നെയല്ലേ കുറ്റം പറയുന്നത്, ഞാനല്ല. ഇവളന്മാരാണ് ശരിക്കും. ഇല്ല 2 ഉള്ളിവടയാണ്. എന്നാലും ചോദിക്കും നിനക്കെന്ത് വേണോടി എന്നൊന്ന് ചോദിക്കും. അതില്ല, എനിക്ക് വേണ്ടോന്നു. ഞാൻ ഡയറ്റാ. ചേട്ടൊരു കട്ട്ലറ്റ്. താങ്ക് യു. ഡയറ്റാ. ഓക്കെ. ഞങ്ങളെ നിന്നെയാണ് എടുക്കുന്നത്. 2 ഉണ്ട്. ഇങ്ങനെ വേണം. എവിടെ ഈ മുടിയെല്ലാം കൂടി വന്നിട്ട് ഒരാവശ്യമില്ലായിരുന്നു. കൊണ്ടുവരുമെന്ന് പറഞ്ഞു വന്നതാ. ആകാശമൊക്കെ വെറുതെ സീനായിട്ടിരിക്കുന്നു. ഇതാണ് ഹോസ്പിറ്റലിൽ ഒറ്റപ്പെട്ട ഏകാന്ത ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷം. ഈ ഒറ്റപ്പെടലിൽ നമുക്ക് വേണ്ട ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ആ സന്തോഷത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പോകാം. ഇല്ല, കഴിഞ്ഞില്ല. എനിക്ക് ഇനി ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് രാത്രി വരെ ഉണ്ട്. ഞാൻ ഓൺലൈനിൽ രാത്രി വരെ ഉണ്ട്. ഓക്കെ, ബൈ, ടാറ്റാ. ഇനി ഞങ്ങളകത്തോട്ട് പോവാണ്. ഇനി ഉച്ചക്ക് ചോറിൻ്റെ ചായ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ചോറിൻ്റെ നമുക്കിന്ന് കഴിക്കാൻ ഉച്ചക്ക് ബീട്രൂട്ടും പിന്നെ അച്ചാറും മീൻ കറി. ചേച്ചി നമുക്ക് ചിക്കൻ തരാണ്ട് പറ്റിച്ച്. ഞായറാഴ്ച ചെയ്തുകൊണ്ട് ചിക്കൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. സാരമില്ല, നമുക്ക് കിട്ടിയോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ പറയാ, ഇപ്പം ഏകദേശം 4 മണിയായി. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തോട്ട് ഞങ്ങൾക്ക് ഫീൽഡ് വർക്കിന് ഇറങ്ങിയതാണ്. ഇത് നമ്മുടെ SSB ബ്ലോക്ക്. പഴയ ബിൽഡിങ്ങിൽ നിന്ന് ഇവിടെ നിന്ന് നടന്ന് നമ്മൾ പോവാണ്. അപ്പുറത്ത് ചെന്നിട്ട് അവിടെ കുറച്ച് പരിപാടികളുണ്ട്. പണിയായുധങ്ങളൊക്കെ കയ്യിലുണ്ട്. പണിയായുധം കാണിക്കണില്ല. പണിയായുധം നമ്മുടെ ഇതായതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. അല്ല അമീഷേ? അവിടെ ഒരു 1 മണിക്കൂറിൻ്റെ പണി ഉണ്ടാവും അല്ലേടി? അതെ, 1 മണിക്കൂറിൻ്റെ പണി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മണിയാവും. പിന്നെ 6 മണി വരെയാണ് ഡ്യൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചായ കുടിക്കാൻ നോക്കട്ടെ. ചായ കുടിക്കാൻ പറ്റിയ ചായ കുടിക്കാൻ പോകും. നമ്മുടെ ഫീൽഡ് വർക്ക് കഴിഞ്ഞ കേട്ടോ. പെട്ടെന്ന് 1 മണിക്കൂറൊന്നും വേണ്ടി വന്നില്ല. അതിന് മുന്നേ നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ വേറെ കുറച്ച് പണികളും കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ തിരിച്ചതേ നമ്മുടെ പോവാം. ഇനിയിപ്പോൾ ചായ കുടിക്കാൻ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കുറച്ച് എമർജൻസി കേസസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ചായ കുടി ഇല്ല. പിന്നത്തെ ഡ്യൂട്ടി അവസാനിച്ചു. പിന്നെ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ലാഞ്ഞുകൊണ്ട് ആ ഒരു ചീഞ്ഞ തലവേദന ഇല്ല. അല്ലെങ്കിൽ ഒരു നത്ത് തലവേദന വരും. ഈ നടുവ് കുളിക്കും മനുഷ്യൻ്റെ. ഈ ആംബുലൻസ് വരുമ്പോൾ ഓടിയില്ലെങ്കിലേ നമ്മൾ ഫ്ലാറ്റ് ആവും. പോകുന്ന വഴിക്ക് ഒരാളെ കാണിച്ചാൽ കേട്ടോ. പോവാണ്. ചെക്കിനായിട്ടിട്ട് പോവാ. മുഖി ഞാൻ എൻ്റെ റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ വന്നിപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എഡിറ്റിംഗ് ഉണ്ട്. എനിക്ക് വേഗം കുളിക്കണം. പിന്നെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം കുളിച്ചിട്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതേ ഞാൻ കുളിച്ച് വന്നിരിക്കുകയാണ്. ഇനി എഡിറ്റിംഗ് ഉണ്ട്. ഇനി എഡിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതേ നമുക്ക് ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി ചേച്ചി ചായ കാണിച്ചത് കട്ടൻ ചായയാണ് കേട്ടോ. ചൂട് ചായ. ഇത് നമ്മുടെ മറ്റേ സാധനമാണ്, ക്രീം ബൺ. ഞാൻ ഷുഗർ കട്ടായിരുന്നു ആ സാരിയിൽ. ഇനിയിപ്പോൾ നാളത്തോട്ട് ഷുഗർ കട്ട് എടുക്കാം. ഞാൻ കുറേ നാളായിട്ട് ഈ സാധനം കഴിച്ചിട്ട് കാണാം.
മധുരമായതുകൊണ്ട് വാങ്ങിക്കാറില്ല. പണ്ട് പക്ഷേ എനിക്ക് ക്രീം ബണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പോഴും വാങ്ങിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല. ഇപ്പം പപ്സ്, കട്ട്ലറ്റ് ഒക്കെ തന്നെ എപ്പോഴും കഴിക്കാം. ഇപ്പോൾ പപ്സ് അധികം കഴിക്കാറില്ല, ഇപ്പോൾ കട്ട്ലറ്റ് കഴിക്കണം. നാളെ തൊട്ട് പക്ക ഷുഗർ കട്ടാണ് കേട്ടോ. ഇന്നും കൂടി നാളെ പക്ക ഷുഗർ കട്ട. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇപ്പോൾ സമയം 8:35 9 മണി ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ പഴയ ബുക്കുകൾ, ഫസ്റ്റ് ക്ലാസ് ആണോ, പഴയ ബുക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് തപ്പി പിടിച്ചെടുക്കണം. കുറേ നാളെ പഠിക്കാനും ടച്ച് വിട്ട് കളയായിരുന്നു. അപ്പോൾ ഇനിയും പഠിച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ എന്നും എത്താതെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പഠിത്തം ഈസ് ഫസ്റ്റ്. അപ്പോൾ പഴയ ബുക്കുകളൊക്കെ ഞാൻ തപ്പി പിടിച്ചെടുക്കട്ടെ. ഇവിടെ എങ്ങാണ്ടൊക്കെ കുറേയൊക്കെ ബുക്കൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്ത് റെഡിയാക്കി വെച്ച് പുതിയ ബുക്ക് കേട്ടോ. അയ്യോ എൻ്റെ പുതിയ ബുക്കുണ്ട്. പുതിയ ബുക്ക് അടിയിരിക്കും. ഇത് പുതിയ ബുക്കാട്ടോ. ഈ പുതിയ പുത്തൻ ബുക്കിലാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നമ്മളെന്തായാലും തുടങ്ങുമല്ലോ, അപ്പോൾ ഫ്രഷ് ആയിട്ട് പുതിയ ബുക്കിലൊക്കെ എഴുതും. അപ്പോൾ അതിന് എനിക്ക് ഫുഡ് കഴിക്കണം. കാരണം പിന്നെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങത്തുള്ളൂ കേട്ടോ. സാധാരണ ഇങ്ങനെയല്ല. സാധാരണ മോർണിംഗ് ആഫ്റ്റർ എടുത്തിട്ട് വന്ന് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര തലവേദന ആയിരിക്കും. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ എൻ്റെ തലവേദന പോകാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അത്രയും തീരെ പറ്റാണ്ടാവുമ്പോൾ ചിലപ്പോൾ ഞാനൊരു പാരസെറ്റമോളൊക്കെ കഴിക്കും. എന്നാലും എൻ്റെ തലവേദന കുറയുന്നു. ഭയങ്കര ഒരു വൃത്തിയായിട്ടൊരു തലവേദന. ചിലപ്പോൾ എനിക്ക് മേ ബി ചിലപ്പോൾ സ്ട്രെസ്സിൻ്റെ ആയിരിക്കാം. ഭയങ്കര തലവേദന ആയിരിക്കും. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ല, സൺഡേ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. പക്ഷേ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഭയങ്കരമായിട്ട് നമുക്ക് ഓടണ്ടക്കണം, ഇച്ചിരി റിലാക്സ് ചെയ്ത് നിന്നാൽ മതി. അപ്പം അതാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഓർത്തത്. അപ്പം എനിക്ക് കുറച്ച് കൂടി മറ്റേതാണെങ്കിൽ ഫോണൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തൊന്നുമില്ല. നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പോൾ അതാണ് ഓർത്തത്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാവേ. ഫുഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പാലാണോ? പക്ഷെ ഇത് പാലല്ല, ഇറ്റ്സ് കോൾഡ് ഓട്സ്. ഇത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് അധികം ഓട്സിൻ്റെ ഇതിലില്ല. കേട്ടോ അടിയിലുണ്ട് കേട്ടോ. എനിക്ക് ഇടയ്ക്കൊരു മൂഡ് തോന്നുമ്പോൾ ഞാൻ ഓട്സ് കഴിക്കും. എപ്പോഴൊന്നും കഴിക്കത്തൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒരു മൂഡ് തോന്നുമ്പോൾ ഞാൻ ഓട്സ് കഴിക്കും. ഇതാകുമ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി ഒരു ലിക്വിഡും ആകും. പിന്നെ അത്രയ്ക്ക് ഹെവിയുമല്ല. പിന്നെ ഇപ്പം തൊണ്ടവേദന ഉള്ളത് കൊണ്ട് സുഖം കിട്ടും. ചൂടാണ്, നല്ല ചൂടാണ് കേട്ടോ. ഇങ്ങനെ നോക്കിയാൽ ആവി പറക്കണ കാണാൻ പറ്റും. നല്ല ചൂടാണ്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആവി പറക്കണം ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഓട്സ് കഴിക്കാവേ. സംഭവം വേഗം കഴിക്കണം. 9 മണി ആവാനായി. നല്ല ചൂടാണ്. അതിസാഹസികമായി ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പൊന്നോ ഒടുക്കത്തെ ക്ലാസ് വരുന്നത്. സംഭവം സിമ്പിളാണ്, പക്ഷേ ഉറക്കം വന്ന് ഞാൻ ചത്തു. ഒന്നാമത് മോർണിംഗ് ആഫ്റ്റർ എടുത്തിട്ട് ഒരു പന്നൊക്കെ വരത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നല്ല ഉറക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കം വന്ന് ഞാൻ ചത്തു ഗൈസ്. ഇപ്പോൾ ഉറക്കം വന്ന് മടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡ്യൂട്ടി ഒക്കെ ഉള്ള ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ശെക്കിക്ക് ഓൾറെഡി നൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നീ കിടന്നുറങ്ങും. ശെക്കുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പം കിടന്നങ്ങ് ഉറങ്ങും. അത് തന്നെ. അപ്പം അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും എല്ലാവർക്കും വണക്കം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ സന്ധിക്കുമ്പോഴേക്കും വണക്കം.